ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ ഞാൻ കുട്ടികൾക്ക് വേണ്ടി ഒരു സാധനം മേടിച്ചിട്ടുണ്ടായിരുന്നു ഫ്ലിപ്കാർട്ടിൽ നിന്ന്. ഇതില്ലേ ഈ ബാത്ത് ഡബ്ബ്, അങ്ങനെ പറയാം, ബാത്ത് ഡബ്ബ് എന്ന് പറയാം. കുട്ടികൾ കളിക്കാനുള്ള, കുളിക്കാനൊക്കെ പറ്റുന്ന ഒരു തരം ബാത്ത് ഡബ്ബാണിത് കേട്ടോ. ഒരു ചെറിയ സ്വിമ്മിംഗ് പൂള് പോലെയാണ് ഇത്. ഞാൻ മേടിച്ചിട്ടുള്ളത് 479 രൂപയ്ക്കാണ് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിയില്ല. അതിൻ്റെ കൂടെ അതിൻ്റെ പമ്പൊക്കെ കിട്ടും കേട്ടോ. അപ്പോൾ നമുക്ക് തന്നെ അത് വീർപ്പിച്ചിട്ട് കുട്ടികൾക്ക് തക്കാം. നല്ല അടിപൊളി. അത് കണ്ട, അത് കണ്ടപ്പോൾ തൊട്ടിട്ട് എൻ്റെ ചെറിയ മോന് അത് വീർപ്പിക്കാൻ ഞങ്ങളെ വിടാണ്ടിരുന്ന് അതിൻ്റെ പിന്നാലെ കിടന്ന് നടന്നുകൊണ്ടിരിക്കുക. എങ്ങനെയൊക്കെയോ മറ്റാളത് പിടിച്ചുകൊണ്ട് പോയിട്ട് അപ്പുറത്തൊക്കെ കൊണ്ടിരുത്തും. പിന്നെ ഇങ്ങോട്ട് തന്നെ ആ നീട്ടി വരും. ഇനി ഇത് കണ്ടിട്ട് ഭയങ്കര കൊതുകം. എന്താ ഇത് കണ്ടോ, ഇതുപോലെ ഒരു മൂന്ന് കളറും 3 ഹോളുണ്ട് വെച്ചിട്ട് വീർപ്പിക്കണം. അതിൻ്റെ താഴെ ഇതുപോലെ താഴെ നമ്മൾ പ്രത്യേകമായിട്ട് വേറെ തന്നെ വീർപ്പിച്ചെടുക്കണം കേട്ടോ. ഈ പമ്പുള്ളതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ കാറ്റടിച്ചെടുക്കാൻ പറ്റും. പെട്ടെന്ന് കാറ്റ് അടിച്ചിട്ട് നിറയും കേട്ടോ, പെട്ടെന്ന് നിറയും. അപ്പം ഞാനും അച്ഛനും കൂടി ഇരുന്നിട്ടാണ് പെട്ടെന്ന് നിറച്ചത് കേട്ടോ, കാറ്റ് നിറച്ചത്. പിന്നെ അനിയത്തിയും കൂടി, ഞങ്ങൾ 3 കൂടി കൂടിയിട്ടാണ് ഇത് നിറച്ചത്. അവൾ വീഡിയോ എടുത്ത് തരും. അപ്പോൾ ഞാൻ വീഡിയോ എടുക്കുമ്പോൾ അവൾ കാറ്റടിക്കാൻ അച്ഛനെ സഹായിക്കും. അപ്പോൾ അത് ആൾമോസ്റ്റ് എല്ലാവരും ഞങ്ങൾ കാറ്റടിച്ച് കഴിഞ്ഞ് ഇനി താഴെയും കൂടെ ഉള്ളു. അപ്പോൾ അതിൻ്റെ മുമ്പത്തന്നെ അതിൻ്റെ ഉള്ളിൽ കയറി ഇരുന്നിട്ട് കളി തുടങ്ങിയിട്ടാണ്. അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ തൊട്ടിട്ട്, അത് വീർപ്പിക്കാൻ കൊണ്ടുവന്ന് വെച്ചത് തൊട്ടിട്ട് ഭയങ്കര സന്തോഷമായിരുന്നു ആൾക്ക്. അവൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ എന്തൊരു സാധനം കിട്ടിയാലും അത് തകർക്കണം എന്നുള്ള മൈൻഡുള്ള ആളാട്ട്. എന്തൊരു കളിപ്പാട്ടം കിട്ടിയാലും പെട്ടെന്ന് കേടെടുത്തും. അപ്പോൾ ഇതും ഈ ബലൂണൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ടപ്പ് എന്ന് പറഞ്ഞിട്ട് പൊട്ടിച്ച് കേടെടുത്ത്. എന്തോ ഒരു ഭാഗ്യം കൊണ്ടാണ് അതിനൊന്നും പറ്റെങ്കിൽ, അല്ലെങ്കിൽ അല്ലാന്നുണ്ടെങ്കിൽ കാറ്റടിച്ച് അതേ നിമിഷം തന്നെ അവൻ പല്ല് വെച്ച് കടിച്ചത് പൊട്ടിക്കും. അങ്ങനെ ഒരു പ്രത്യേകത ഉണ്ട്. അപ്പോൾ എങ്ങനെയൊക്കെയോ പിന്നെ അതിലെന്തൊക്കെയോ പറഞ്ഞിരുത്തി അങ്ങനെ ഇരുന്ന് സന്തോഷമായിട്ട് ആൾക്ക്. അപ്പോൾ ഓൾമോസ്റ്റ് ഞങ്ങൾ എല്ലായിടത്തും കാറ്റടിച്ച് സൂപ്പറായി കുട്ടപ്പനായി കിട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ താഴത്ത് കാറ്റടിക്കുമ്പോൾ ഇങ്ങനെ നല്ലൊരു കുട്ടികൾക്ക് മൂവ് ചെയ്യാനൊക്കെ പറ്റുന്ന, ഇരിക്കുന്നാലും വലിയ അപകടങ്ങളൊന്നും പറ്റാത്ത രീതിയിലാണ് അത്. അതിൻ്റെ അടിയിലും ഭയങ്കര സെറ്റപ്പായിട്ടൊക്കെ വെച്ചിട്ടുള്ളത്. നല്ല സുഖം ഉണ്ട് അതിൽ ഇരിക്കാൻ. എനിക്ക് തന്നെ അത് കണ്ടിട്ട് അതിൽ കുളിക്കാൻ കൊതിയായി. കാരണം നമ്മളുടെ ഒന്നും കാലത്ത് ഇങ്ങനത്തെ ഒരു സംഭവമൊന്നും ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ ഈ അവർക്കതിലൊക്കെ അതൊക്കെ കിട്ടട്ടെ. നമുക്കതാണല്ലോ, നമുക്ക് കിട്ടാതൊക്കെ നമ്മളെ മക്കൾക്ക് കിട്ടണമെന്നാണല്ലോ നമ്മളെപ്പോഴും ആഗ്രഹിക്കുക. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമായി കണ്ടപ്പോൾ. എനിക്കിങ്ങനെ എൻ്റെ കുട്ടിക്കാലത്ത് ഇതുപോലെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്നിങ്ങനെ ഒരു മനസ്സിൽ തോന്നി. അതങ്ങനെയാണ്, നമുക്ക് കിട്ടാത്തത് കാണുമ്പോൾ നമുക്കത് എനിക്കും ഉണ്ടായില്ലല്ലോ എന്നുള്ള സങ്കടം. പക്ഷേ ഈ നമ്മളെ മക്കൾക്ക് അത് കിട്ടി കാണുമ്പോൾ അത് ഭയങ്കര സന്തോഷമാണ്. ഇപ്പോൾ ഒരാൾക്ക് അതിൽ ശരിക്ക് കിടക്കാൻ പറ്റില്ല, മൂത്ത ആൾക്ക് കാശിക്ക്. ഇതുപോലെ അവന് കുറച്ച് ഹൈറ്റുള്ള ആളായതുകൊണ്ട് തന്നെ എന്റെ കയ്യിൽ ശരിക്കും ഒതുക്കി വെച്ചിട്ട് തന്നെ ഇരിക്കണമെങ്കിൽ. പക്ഷെ ഇത് കണ്ടപ്പോ പിന്നെ രണ്ടാൾക്കും ഭയങ്കര സന്തോഷമായി. അവന്റെ ഏജ് വരെയും അതില് കിടക്കാന്നുള്ളതൊക്കെ കണ്ടോണ്ടാണ് ഞാൻ മേടിച്ചത് കേട്ടോ. രണ്ടാൾക്ക് ഉപകാരം ആയിക്കോട്ടെ എന്ന് കരുതിയപ്പോ. പക്ഷെ അവൻ പൊതുവെ അവന്റെ പ്രായത്തിനേക്കാളും കൂടുതൽ കുറച്ചൊരു ഹൈറ്റുള്ള കുട്ടിയാണ്. അതുകൊണ്ട് അവനത് കുറച്ച് ബുദ്ധിമുട്ട്. എന്നാലും പിന്നെ വലിയ കളിച്ചോളും. ഭയങ്കര ഇഷ്ടമാണ് അത്. രണ്ടാമത്തെ ആളുടെ ഒരു സന്തോഷം എന്താണെന്ന് അറിയാം. വെള്ളത്തിലാണ്ട് ഇരുത്തിയപ്പോ നമ്മീ വെള്ളായാ മതി. വെള്ളത്തിൽ പിന്നെ കളിക്കാൻ ഇഷ്ടമുള്ള ഒരാള്. കുളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. തല ഓർത്തുന്ന ഒഴികെ ബാക്കിയൊക്കെ ഇഷ്ടമാണ്. വെള്ളത്തിൽ കളിക്കുക, വെള്ളത്തിൽ കുളിക്കുക, തിരുമ്മാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ പോയതിനേക്കാൾ മുന്നേ നമ്മുടെ കൂടെ തിരുമ്മാനൊക്കെ വരും. ഞെറ്റ് വെള്ളം കിട്ടിയില്ലേ, ചളിവെള്ളം കിട്ടിയാലേ അത് കളിക്കാനും ഭയങ്കര ഇഷ്ടമാണ്. മഴ പെയ്ത വെള്ളം ഉണ്ടെങ്കിൽ പിന്നെ പറയണ്ട. ആ ഭാഗത്ത് പോയി ചവിട്ടി ഓട്ടി കളിക്കും. ഭയങ്കര ഇഷ്ടമാണ്. അങ്ങനെതാ ഞങ്ങള് പൈപ്പൊക്കെ എടുത്തുകൊണ്ട് വന്നിട്ട് ഇത് നിറച്ചു. അതായത് ഇതിന്റെ മഞ്ഞ കാണുന്നതിന്റെ പുള്ള വരെ നമ്മൾ വെള്ളം നിറച്ചിട്ടോ. അപ്പോഴാണിത് കറക്റ്റ് അടിപൊളി നിൽക്കുക. പിന്നെ അതൊക്കെ കഴിഞ്ഞിട്ട് ഇതാ വെള്ളം നിറക്കലൊക്കെ കഴിഞ്ഞു. പിന്നെ കുളിയോട് കുളിയായി ഇവിടെ രണ്ടാളും കൂടി. പിന്നെ മറ്റേ ആളും പറഞ്ഞ ഞാനും ഈ അതിലേക്ക് ഇറങ്ങാൻ പോകണമെന്ന് പറഞ്ഞ അവരെ ഇറങ്ങിയിട്ടൊന്ന് രണ്ടുപേരും കൂടി നല്ല രസമായി വന്നു. പിന്നെ കാശി എന്തൊക്കെ ചെയ്യുന്നു അതൊക്കെ കവിയും ചെയ്തുകൊണ്ടിരിക്കുന്നു. തലയിലൊക്കെ വെള്ളമാക്കി തുടച്ചെടുത്തൊക്കെ ചെയ്തിട്ടാ. പിന്നെ ഞാൻ വിചാരിച്ചു ഇനി ഏതായാലും അത് കഴിഞ്ഞാൽ കുളിപ്പിക്കാൻ രണ്ടാളും ഇരുന്ന് കളിച്ചോട്ടെ വിചാരിച്ചിട്ട് അങ്ങനെ ഇരുന്ന് കളിച്ചു. കുട്ടികൾ ഇങ്ങനെയൊക്കെ സന്തോഷിക്കാനാകുമ്പോൾ നമ്മളുടെ മനസ്സും നന്നായി സന്തോഷിക്കില്ലേ. എനിക്ക് അങ്ങനെ ഉണ്ടാവും. എല്ലാവരുടെ കാര്യവും അങ്ങനെ തന്നെ ആയിരിക്കും. ഇത് എല്ലാവർക്കും അങ്ങനെ തന്നെ ചെയ്യണം. മക്കളെ മുഖത്ത് സന്തോഷം കാണുമ്പോൾ
നമ്മൾ ഒരുപാട് സന്തോഷിക്കും. അപ്പൊ ഒരാൾ ഇരുന്നപ്പോ മറ്റാൾക്ക് സ്ഥലമില്ല. അപ്പൊ ഞാൻ പറയായിരുന്നു ഒന്ന് ഒതുങ്ങിയിരുന്ന് കൊടുക്കും കുട്ടിക്ക്. അപ്പൊ മറ്റാള് അതൊക്കെ എന്നാലും അവന് പരാതിയൊന്നുമില്ല കേട്ടോ. ഏട്ടൻ അങ്ങനെ ഇരുന്നെന്ന് കരുതിയിട്ടൊന്നും പരാതിയൊന്നുമില്ല. അപ്പൊ ദാ മറ്റാളുടെ കാലിൽ 2 ദിവസം മുന്നേ ഒരു മുറിയായിരുന്നു. അത് വേദന വന്നിരിക്കുന്നു. അത് പതുക്കെ മറിച്ചിട്ടും ആ വെള്ളത്തിലുള്ള കളി ഒഴിവാക്കിയിട്ടില്ല. അതൊക്കെ കഴിഞ്ഞ് ഭയങ്കര പാട്ടൊക്കെയാണ് കേട്ടോ. ഒരാള് പച്ചയായ ജാട പച്ചയായ ജാടയൊക്കെ ഭയങ്കര പാട്ടാണ്. ആ പാട്ടൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ പറയും എടാ മോനെ എന്നൊക്കെ പറയും. ഭയങ്കര രസമാണ് അതൊക്കെ കേൾക്കാൻ. അപ്പൊ അത്രയൊക്കെയുള്ള വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായി വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണണമെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഇതാണ്ട അത് നമ്മൾ വെള്ളം ഇല്ലാത്ത സമയത്ത് ഇതുപോലെ അകത്ത് കൊണ്ടുവച്ച് കഴിഞ്ഞാൽ അവർക്ക് കളിക്കാൻ പറ്റും. ഇത് കൊണ്ടേ കിടന്ന് കളിക്കും.